ഇത് 7-8 ദിവസം താണ്ടിട്ടാണ് ഇവരൊക്കെ ഈ മൗണ്ട് എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ വന്നത്. കാരണം നമ്മുടെ ഈ ചാർലി സിനിമയില് പോലെ അവിടെ മീശപ്പൊലിമലയിലെ സൂര്യോദയത്തിന്റെ കഥ പറയുന്ന പോലെ ഈ മൗണ്ട് എവറസ്റ്റില് ഒരു സന്ധ്യാസമയത്ത് മൗണ്ട് എവറസ്റ്റ് ഒരു സ്വർണ്ണകുളം പോലെ ജ്വലിക്കുന്ന ഒരു സീനുണ്ട്. ഇത് കാണാൻ വേണ്ടിയാ. പക്ഷെ ഇത് പോവാൻ പറ്റുന്ന സാധാരണക്കാർക്കും ഇതുപോലുള്ള അഡ്വഞ്ചറസ് ആൾക്ക് പോകാൻ പറ്റുള്ളൂ. കാരണം ആ കാഴ്ച ഒരു ഗംഭീര കാഴ്ച ഇവരൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ എന്നോട് പലരും പറയും കാണിച്ചു നമ്മൾ എന്ത് ചെയ്തെന്ന് അറിയോ, മൗണ്ട് ബേസ് ക്യാമ്പ് വരെ ഞാൻ വണ്ടിയിൽ കൊണ്ടുപോയി ത്രൂ ടിബറ്റ് വഴിക്ക് ചികിത്സ വഴിക്ക് ബേസ് ക്യാമ്പിൽ എത്തിച്ചു. അപ്പൊ ഇതൊക്കെ ഭൂമിയിൽ ഉള്ള ഒരു സൗഭാഗ്യങ്ങളാണ്. കാണുന്ന ആഗ്രഹമുള്ളവര് ഇതൊക്കെ കാണിക്കാനുള്ള എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്നവരില് ഇപ്പം MSG ചോദിച്ച ബാക്കി എല്ലാവരും റിസ്ക് എടുക്കണവരാണല്ലോ. റിസ്ക് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MSG പറഞ്ഞാൽ റിസ്ക് എടുക്കണത് ബുദ്ധിമുട്ടുള്ള പണിയാന്ന്. അപ്പൊ റിസ്ക് എടുക്കുമ്പോ അവിടെ നിന്ന് ഒരു മാഡം പറഞ്ഞു റിസ്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ അവര് ജീവിതത്തിൽ രക്ഷപ്പെട്ടിട്ടുള്ളവർ റിസ്ക് എടുത്താൽ രക്ഷപ്പെടുള്ളൂ എന്നുള്ളത്. പ്രളയവും കോവിഡൊക്കെ വന്നപ്പം ഈ റിസ്ക് എടുക്കുന്നവരുള്ളതുകൊണ്ടാണ് കുറെ ജീവനുകൾ രക്ഷിക്കാൻ പറ്റിയത്. യാതൊരു സംശയം കരുതില്ല. കാരണം ഒട്ടനവധി വെള്ളത്തിൽ പോയവരെയും കോവിഡ് വന്നവരൊക്കെ റിസ്ക് എടുക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.